നമസ്കാരം. കടൽ കടന്ന് അറേബ്യൻ മണലാരണ്യത്തിലേക്ക് പോകുന്നവരെല്ലാം പൊന്നു വാരുന്നില്ല. നാട്ടിലെ കിടപ്പാടവും കെട്ടുതാലിയും എല്ലാം പണപ്പെടുത്തിയാണ് പലരും വിസ സമ്പാദിക്കുന്നത്. ഇതിനിടയിൽ തന്നെ പല തട്ടിപ്പിനും വെട്ടിപ്പിനുമെല്ലാം വിധേയരായേക്കാം. എങ്ങനെയെങ്കിലും ഗൾഫിലെത്തിയാലോ? തല ചായ്ക്കാൻ ഒരിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടാണ് എല്ലാവർക്കും. ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നത് വലിയ ചിലവായതുകൊണ്ടാണ് പലരും ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു ചിലർ വാടക വീടുകളെ ആശ്രയിക്കും. വീടും വില്ലയുമൊക്കെയാണ് മറ്റൊരു ഓപ്ഷൻ. വാടക വർധനയ്ക്ക് മൂക്കുകയറിട്ടിരിക്കുകയാണ് ദുബായ്. അതെ, ദുബായിൽ സ്മാർട്ട് വാടക സൂചിക നിലവിൽ വന്നു. ഓരോ മേഖലയിലെയും കെട്ടിടങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിന് ആനുപാതികമായിരിക്കും വാടക കൂട്ടാൻ അനുമതി ലഭിക്കുക. പഴയ കെട്ടിടങ്ങൾ കാലോചിതമായി പുതുക്കി പണിഞ്ഞാൽ മാത്രമേ ദുബായിൽ ഇനി വാടക കൂട്ടാനാവൂ എന്നാണ് അറിയുന്നത്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുതിയ സ്മാർട്ട് വാടക സൂചിക പുറത്തിറക്കിയത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് സൂചിക തയ്യാറാക്കുക. DLDയുടെ മാനദണ്ഡ പ്രകാരം ഓരോ പ്രദേശത്തിന്റെയും പ്രധാന കെട്ടിടങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തായിരിക്കും മൂല്യനിർണ്ണയം നടത്തുക. ഇത് കെട്ടിട ഉടമകൾക്കും വാടകക്കാർക്കും നിക്ഷേപകർക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് അകത്തും പുറത്തുമായി എമിറേറ്റിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ഇത് ബാധകമാണ്. തുടക്കത്തിൽ താമസ സമുച്ചയങ്ങളെയാണ് തരംതിരിക്കുക. പിന്നീട് വാണിജ്യ കെട്ടിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നാണ് വിവരം. നിലവിലെ വാടക കരാർ പുതുക്കുമ്പോഴാണ് പുതിയ നിയമം അനുസരിച്ചുള്ള വാടക പ്രാബല്യത്തിൽ വരിക. കെട്ടിടത്തിന്റെ മൊത്തം വിസ്തീർണവും ശരാശരി വാടകയും പരിഗണിച്ചാണ് വാടക പുനഃക്രമീകരിക്കുക. നിലവിലെ ക്രമരഹിത വാടകയാണ് പ്രധാന വെല്ലുവിളി. പുതിയ സൂചിക അനുസരിച്ച് ഓരോ പ്രദേശത്തെയും വാടകയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ദുബായ് വാടക വർദ്ധിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഉടമകൾ, നിക്ഷേപകർ, താമസക്കാർ എന്നിവർ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ ജീവിത നിലവാരത്തെ ഉയർത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ കെട്ടിടത്തിന്റെ നിലവാരം വർഷത്തിൽ ഒരിക്കലാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ മിനിറ്റുകൾക്കകം അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനമുണ്ടെന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് വാടക തർക്കം 20% കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ദുബായിൽ 9 ലക്ഷം വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. 2023 8% കൂടുതലാണിത്. പുതുവർഷത്തിൽ വാടകക്കാരുടെയും നിലവാരമുള്ള കെട്ടിടങ്ങളുടെയും എണ്ണം കൂടുമെന്നാണ് കരുതുന്നത്. കെട്ടിടങ്ങൾ തരംതിരിക്കുന്നത് 60 ഘടകങ്ങൾ പരിശോധിച്ചാണ്. വാടക വർധനയ്ക്ക് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുന്നതിനാൽ പഴയ കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ ഉടമകൾ നിർബന്ധിതരാകുമെന്നാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൂട്ടൽ. വിപണി മൂല്യം, പ്രദേശത്തിന്റെ പ്രാധാന്യം, കെട്ടിടത്തിലെ സൗകര്യം, സുരക്ഷ തുടങ്ങി 60 ഘടകങ്ങൾ പരിശോധിച്ചാണ് കെട്ടിടങ്ങളെ തരംതിരിച്ച് 1 മുതൽ 5 സ്റ്റാർ റേറ്റിംഗ് നൽകുക. ഇതനുസരിച്ച് ഓരോ പ്രദേശത്തെയും വാടക താങ്ങാവുന്ന നിരക്കിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോലി തേടിയും നാട് കാണാനും എല്ലാമായി നിരവധി പേരാണ് ദിവസേന ദുബായിൽ എത്തുന്നത്. പലരും ആശ്രയിക്കുന്നത് വാടകയ്ക്ക് ഫ്ളാറ്റുകളെയും വില്ലകളെയും ഒക്കെയാണ്. ദുബായിലെ കെട്ടിട വാടക ഇടയ്ക്ക് ക്രമാതീതമായി ഉയരുന്നുവെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇനി തോന്നും പോലെ വാടക കൂട്ടാനാകില്ല. പ്രവാസികൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.